പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥയാണ് പ്രധാനമായും ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഉത്തരം കണ്ടെത്താനായി യാത്ര തുടങ്ങി. 4 പേർ ചുമക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം, ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണം, അതിനൊരു കട്ടിൽ വേണം, അതിനാൽ ഇനിയുള്ള കുട്ടിയെ നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തിൽ. കുട്ടിക്ക് വായുണ്ടോ എന്ന ചോദ്യത്തിന് ആ അമ്മ ഇല്ല എന്ന് മറുപടി നൽകി. ട്രാവൽ ടാഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അഹല്യ ഹെറിറ്റേജ് വില്ലേജിലെ കുറച്ച് കാഴ്ചകളാണ് കണ്ടത്. ഇവിടെ സംഗീത ഉപകരണങ്ങളുടെയും അതുപോലെ കുറച്ച് പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഈ പ്രാവശ്യം അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ്. ഇതിൽ നമ്മൾ കേരള മ്യൂറൽ ഗാലറിയാണ് കാണാൻ പോകുന്നത്. അതിൽ പ്രധാനമായും പറയിപെറ്റ പന്തിരുകുലം, പന്തിരുകുലം ഗാലറി എന്ന് പറഞ്ഞൊരു ഗാലറി ഉണ്ട്. അതും പിന്നീട് കുറച്ച് പെയിൻറ്റിങ്സൊക്കെയാണ് ഈ പ്രാവശ്യം കാണാൻ പോകുന്നത്. പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥയാണ് പ്രധാനമായും ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഐതിഹ്യപ്രകാരം ഉജ്ജയിനിലെ രാജാവായിരുന്ന വിക്രമാദിത്യൻ്റെ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു വരരുചി എന്ന ബ്രാഹ്മണൻ. ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവ് തൻ്റെ സദസ്സിലെ പണ്ഡിതരോടായി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്ന് ചോദിച്ചു. പണ്ഡിത ശ്രേഷ്ഠനായ വരരുചിക്കും അതിനുള്ള ഉത്തരം കണ്ടെത്താനായില്ല. അദ്ദേഹം കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഉത്തരം കണ്ടെത്താനായി യാത്ര തുടങ്ങി. വിക്രമാദിത്യൻ വരരുചിക്ക് ഉത്തരം കണ്ടെത്തുവാൻ 41 ദിവസത്തെ അവധി നൽകി. 40ാം ദിവസം വനത്തിലൂടെയുള്ള യാത്രാമധ്യേ അദ്ദേഹം ഒരു ആൽമരച്ചൂട്ടിലിരിക്കെ ഉറങ്ങിപ്പോയി. ഉറങ്ങുന്നതിന് മുമ്പ് വനദേവതമാരോട് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നത്. വരരുചിയുടെ ഭാഗ്യത്തിന് ആ ആൽമരം വനദേവതമാരുടെ വീടായിരുന്നു. അവർ അടുത്തുള്ള പറയി വീട്ടിൽ പ്രസവത്തിന് പോകാനായി കൂട്ടുകാരനായ ദേവതമാർ വിളിച്ചിട്ടും പോവാതെ വരരുചിക്ക് കൂട്ടിയിരുന്നു. വരരുചി ഉണർന്നപ്പോഴേക്കും പ്രസവത്തിന് പോയിരുന്നവർ വന്നിരുന്ന് വനദേവതമാരോട് സംസാരിക്കുന്നത് കേൾക്കാനിടയായി. ആ പറയിക്കുണ്ടായ പെൺകുഞ്ഞിൻ്റെ ഭാവി ഭർത്താവ് ആരായിരിക്കും എന്ന കൂട്ടുകാരുടെ ചോദ്യത്തിന് മാം വിദ്ധി എന്നതുപോലും അറിയാത്ത ഈ വരരുചിയായിരിക്കും എന്നായിരുന്നു വനദേവതമാർ പറഞ്ഞത്. ഇത് കേട്ട് സന്തോഷിച്ച വരരുചി വിക്രമാദിത്യ സദസ്സിൽ എത്തിച്ചേരുകയും ഈ ശ്ലോകം 8 വിധത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തു. തൻ്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചുവെങ്കിലും വനദേവതമാരുടെ ഭാവി പ്രവചനം കേട്ട് പരിഭ്രാന്തനായ വരരുചി ആ പെൺകുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഈ പെൺകുഞ്ഞ് ജീവിച്ചിരിക്കുന്ന രാജ്യത്തിന് ആപത്താണ് എന്ന് അദ്ദേഹം വിക്രമാദിത്യനെ ധരിപ്പിച്ചു. ഈ ദുരവസ്ഥ ഒഴിവാക്കാനായി ആ പെൺകുഞ്ഞിനെ നെറ്റിയിൽ തീപ്പന്തം തറച്ച് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ നദിയിലൊഴിക്കാൽ മതി എന്ന് ഉദ്ദേശിക്കുകയും ചെയ്തു. രാജകൽപ്പന പ്രകാരം ഭടന്മാർ വരരുചിയുടെ ഇംഗിതം നടപ്പാക്കി. അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കാൻ വരരുചി തെക്കോട്ട് സഞ്ചരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ യാത്രക്കിടയിൽ വരരുചി ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി. ആതിഥേയൻ അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ച വരരുചി സ്നാനത്തിനായി പുറപ്പെടുകയും ചെയ്തു. കുളിക്കാനായി പോകുന്നതിന് മുൻപായി ആ ബ്രാഹ്മണൻ്റെ ബുദ്ധിശക്തി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച വരരുചി കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചു. കുളി കഴിഞ്ഞെത്തുമ്പോൾ തനിക്ക് വീരാളിപ്പട്ട് വേണം എന്നതായിരുന്നു ഒന്നാമത്തെ ആവശ്യം. അതിനു പുറമെ താൻ കഴിക്കുന്നതിന് മുൻപായി 100 പേർക്ക് ഭക്ഷണം നൽകണമെന്നും ഭക്ഷണത്തിന് 101 കറി ഉണ്ടാകണമെന്നും ഭക്ഷണം കഴിഞ്ഞാൽ തനിക്ക് 3 പേരെ തിന്നണമെന്നും അത് കഴിഞ്ഞാൽ 4 പേർ തന്നെ ചുമക്കണമെന്നും വരരുചി ആവശ്യപ്പെട്ടു. വ്യവസ്ഥകൾ കേട്ട് സ്തബ്ധനായി നിന്ന ബ്രാഹ്മണനോട് വ്യവസ്ഥകൾ അംഗീകരിക്കുന്നുവെന്ന് കുളി കഴിഞ്ഞെത്തുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കാം എന്നും പറയാനായി ഇത് കേട്ട് ഉള്ളിൽ നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ പുത്രി പഞ്ചമി ആവശ്യപ്പെട്ടു. വളരെ ബുദ്ധിമതിയായ പഞ്ചമിക്ക് വരരുചിയുടെ ആവശ്യങ്ങളുടെ പൊരുൾ മനസ്സിലായിരുന്നു. വീരാളിപ്പട്ട് വേണമെന്ന് പറഞ്ഞതിൻ്റെ സാരം ചീന്തൽ കോണകം വേണമെന്നാണ്. 100 പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം അദ്ദേഹത്തിന് വൈശ്യം കഴിക്കണമെന്നാണ്. വൈശ്യം കൊണ്ട് 100 ദേവതന്മാരുടെ പ്രീതി ഉണ്ടാകുമെന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ 108 കൂട്ടാൻ പറഞ്ഞതിൻ്റെ സാരം ഇഞ്ചിത്തൈര് വേണമെന്നാണ്. ഇഞ്ചിത്തൈര് ഉണ്ടായാൽ 108 കൂട്ടാൻ്റെ ഫലമുണ്ടെന്നാണ് വെച്ചിരിക്കുന്നത്. 3 പേരെ തിന്നണമെന്ന് പറഞ്ഞതിൻ്റെ സാരം വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ് എന്നിവ കൂട്ടി മുറുക്കണമെന്നാണ്. 4 പേർ ചുമക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണം, അതിനൊരു കട്ടിൽ വേണം എന്നാണെന്നും പഞ്ചമി അച്ഛനോട് വിശദീകരിച്ചു. പഞ്ചമിയുടെ ബുദ്ധിസാമർഥ്യത്തിൽ ആകൃഷ്ടനായ വരരുചി ആളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും പഞ്ചമിയുടെ പിതാവ് ആ ആഗ്രഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു. നാളുകൾക്ക് ശേഷം വരരുചി തൻ്റെ ഭാര്യയുടെ നെറ്റിൽ ഒരു മുറിവിൻ്റെ പാട് കാണാനിടയായി. അതിൻ്റെ പിന്നിലെ കഥയെപ്പറ്റി ചോദിച്ച വരരുചിക്ക് പഞ്ചമി ആ ബ്രാഹ്മണൻ്റെ സ്വന്തം പുത്രിയല്ലെന്നും അവളെ അദ്ദേഹം എടുത്തു വളർത്തിയതാണെന്നും മനസ്സിലായി. അപ്പോൾ വരരുചി പഴയ കഥകൾ ഓർമ്മിക്കുകയും വനദേവതമാരുടെ പ്രവചനം ശരിയായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു.
സ്വന്തമായി സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച വരരുചി താൻ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി പത്നിയോടൊത്ത് തീർത്ഥയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഈ യാത്രക്കിടയിൽ വരരുചിയുടെ ഭാര്യ ഗർഭിണിയാവുകയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. വിവരം പറഞ്ഞ വരരുചി കുട്ടിക്ക് വായ ഉണ്ടോ എന്ന് ചോദിക്കുകയും പഞ്ചമി ഉണ്ട് എന്ന് മറുപടി പറയുകയും ചെയ്തു. എന്നാൽ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് പോകാം എന്നായിരുന്നു വരരുചിയുടെ നിർദ്ദേശം. തൻ്റെ ആദ്യ ശിശുവിനെ ഉപേക്ഷിക്കാൻ മടിച്ചിരുന്ന ഭാര്യയോട് വായ കീറിയ ഈശ്വരൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. യാത്രയിൽ വരരുചിക്കും പത്നിക്കുമായി വീണ്ടും കുട്ടികൾ ജനിച്ചു. ഇതേ പ്രവൃത്തി അവരുടെ 11ാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ വരെ ആവർത്തിക്കപ്പെട്ടു. അതിനാൽ ഇനിയുള്ള കുട്ടിയെ നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തിൽ കുട്ടിക്ക് വായുണ്ടോ എന്ന ചോദ്യത്തിന് ആ അമ്മ ഇല്ല എന്ന് മറുപടി നൽകി. എന്നാൽ കുട്ടിയെ എടുത്തോളൂ എന്ന് വരരുചി നിർദ്ദേശിച്ചു. വരരുചിയുടെ പത്നിയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തിയാൽ അത്ഭുതകരമായി ആ കുട്ടിയുടെ വായ അപ്രത്യക്ഷമായി. ആ ശിശുവിനെ വരരുചി ഒരു മലയുടെ മുകളിൽ പ്രതിഷ്ഠിക്കുകയും അവൻ പിന്നീട് വായില്ലാ കുന്നിലപ്പൻ എന്നറിയപ്പെടുകയും ചെയ്തു. ഈ സന്തതി പരമ്പരയിലെ ബാക്കി 11 കുട്ടികളെയും സമൂഹത്തിൻ്റെ പല തട്ടുകളിലുള്ള വ്യക്തികൾ എടുത്തു വളർത്തി. ബ്രാഹ്മണനായ വരരുചിക്കും പറയ സമുദായത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ പഞ്ചമിക്കും ജനിച്ച സന്തതി പരമ്പരയെയാണ് പറയിപെറ്റ പന്തിരൂലം എന്നറിയപ്പെടുന്നത്. ബ്രഹ്മദത്തൻ എന്നായിരുന്നു അഗ്നിഹോത്രിയുടെ യഥാർത്ഥ നാമധേയം. വരരുചിയും പത്നിയും ഉപേക്ഷിച്ച നവജാത ശിശുവിനെ നീളാതീരത്തു നിന്നും വേമഞ്ചേരി മനയിലെ അന്തർജനം കണ്ടെടുത്ത് വളർത്തി. വളരെ കുഞ്ഞുനാളിലെ കുട്ടിയിൽ ഒരു ദിവ്യ ചേതസ് കാണപ്പെട്ടു. ഒരു ദിവസം അന്തർജനം കുളിക്കാനായി പുഴയിലേക്ക് പോയപ്പോൾ കൂടെ ചെന്ന കുട്ടി അവരുടെ താളികിണ്ണത്തിൽ പുഴൽമണൽ കൊണ്ടുണ്ടാക്കിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചുവെന്നും പുഴയുടെ ഗതി മാറ്റി ഒഴുക്കിയെന്നുമാണ് ഐതിഹ്യം. ഐതിഹ്യപ്രകാരം ചാത്തൻ ചുവരയ്ക്കടുത്തുള്ള അകവൂർ മനക്കിലെ ഭൃത്തിനായി കാലയാപനം ചെയ്തിരുന്നു. അന്നത്തെ അച്ഛൻ നമ്പൂതിരിപ്പാട് അഗമ്യമായ ഒരു സ്ത്രീയെ പ്രാപിച്ചതിൻ്റെ പാപം പരിഹരിക്കാൻ തീർത്ഥസ്നാനത്തിന് പുറപ്പെട്ടു. നമ്പൂതിരി ആടിയ തീർത്ഥങ്ങളിലൊന്നും ചാത്തൻ കുളിക്കാൻ കൂട്ടാക്കാതെ താൻ കയ്യിലെടുത്തിരുന്ന ഒരു കൈപ്പിൻ ചുരയ്ക്ക വെള്ളത്തിൽ പാപം പരിഹരിക്കുക മാത്രം ചെയ്തോടെ മടങ്ങിയെത്തിയ നമ്പൂതിരി ഒരു ദിവസം ചാത്തൻ്റെ ചുരയ്ക്ക നുറുക്കിയെടുത്തുണ്ടാക്കിയ കറി കൂട്ടിയിട്ട് കഴിക്കുന്നെന്നും പരാതിപ്പെട്ടു. കറിക്ക് ചേർത്തത് തീർത്ഥങ്ങളിൽ മുക്കിയെടുത്ത ചുരയ്ക്കയുടെ കഷ്ണങ്ങളാണെന്നും അത് കഴിക്കുന്നെങ്കിൽ തിരുമനസ്സിലെ പാപങ്ങൾ തീർത്ഥസ്നാനം കൊണ്ട് തീർന്നിട്ടില്ലെന്നും ചാത്തൻ സമാധാനം പറഞ്ഞു. ഇദ്ദേഹത്തെ ഒരു ദരിദ്രനായ പാണനാണ് എടുത്തു വളർത്തിയത്. പാണനാർക്ക് ശിവപാർവതിമാരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കൈലാസത്തിൽ വെച്ച് ബോധരഹിതനായ പരമശിവനെ ഉണർത്താൻ നോക്കിയിട്ട് സാധിക്കാതെ പാർവതി ദേവി ഭൂമിയിൽ അതിന് സാധിക്കുന്ന ഒരാൾ ഉണ്ടെന്നറിഞ്ഞ് ഭൂതഗണങ്ങളെ അയക്കുകയും അവർ സാക്ഷാൽ പാണനാരെ കൈലാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭക്തിസാന്ദ്രമായ ആലാപനത്തിൻ്റെ ശക്തിയിൽ ശിവൻ ഉണരുകയും ചെയ്തു എന്നാണ് കഥ. ഈ കുലത്തിലെ രണ്ടാമനായ പാക്കനാരെ പറയ സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കളാണ് എടുത്തു വളർത്തിയതെന്ന് വിശ്വസിക്കുന്നു. തൃത്താലയിലെ മേഴത്തൾ അഗ്നിഹോത്രിയുടെ തറവാടായ വേമഞ്ചേരി മനയിൽ നിന്ന് ഒരു വിളിപ്പാട് അകലെയാണ് പാക്കനാർ കോളനി. ഈ പ്രദേശത്തെ നമ്പൂതിരിമാരുടെ തലവനായ ആഴവഞ്ചേരി തമ്പ്രാക്കൾ ആയി വാഴിച്ചത് പാക്കനാർ ആണെന്ന് കരുതപ്പെടുന്നു. ഉളിയന്നൂരിലെ ഒരു തച്ചൻ എടുത്തു വളർത്തിയ ഈ പരമ്പരയിലെ പുത്രനായിരുന്നു തച്ചുശാസ്ത്രത്തിൽ അതിവിദഗ്ധനായി തീർന്ന ഉളിയന്നൂർ പെരുന്തച്ചൻ എന്നാണ് ഐതിഹ്യം. നിളയുടെ കൈവഴിയായ തൂതപ്പുഴയുടെ തീരത്തെ ഉള്ളനാരായണമംഗലത്ത് മനയിലാണ് ഈ കുലത്തിലെ അടുത്ത സന്തതിയെ ലഭിക്കുന്നത്. ബ്രാഹ്മണരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ പൊതുവെ വൈമനസ്യമുണ്ടായിരുന്ന ഈ കുട്ടിയിൽ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ചുടലക്കാട്ടിൽ അന്തിയുറങ്ങുകയും മലമുകളിലേക്ക് വലിയ പാറ ഉരുട്ടിക്കയറ്റി തിരിച്ച് താഴ്വാരത്തിലേക്ക് ഉരുട്ടി വിടുന്നതും അദ്ദേഹത്തിൻ്റെ രീതികളായിരുന്നു. വരരുചിയുടെ തീർത്ഥയാത്രയ്ക്കിടയിൽ പൊന്നാനിയിൽ വെച്ചാണ് ഉപ്പുകൂറ്റൻ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തെ എടുത്തു വളർത്തിയത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കളാണെന്നാണ് വിശ്വാസം. അദ്ദേഹത്തിൻ്റെ ഭ്രാന്തമായ കച്ചവട രീതികളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. പാലക്കാട്ടു നിന്നും പൊന്നാനിയിൽ വളരെയേറെ സുലഭമായിരുന്ന ഉപ്പ് കൊണ്ടുവരികയും പകരം പൊന്നാനിയിൽ നിന്ന് പാലക്കാട്ടേക്ക് അവിടെ സുലഭമായിരുന്ന പരുത്തി കൊണ്ടുപോവുകയും ചെയ്ത് ഉപ്പുകൂറ്റൻ വ്യാപാരം ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. വായില്ലാത്തവനായി തീർന്ന ഈ പുത്രനെ വരരുചി ഒരു മലമുകളിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. വായില്ലാ കുന്നിലപ്പൻ എന്നറിയപ്പെടുന്ന ഈ അംഗത്തെ ശബ്ദത്തിൻ്റെയും സംസാരശേഷിയുടെയും ദേവനായും കരുതപ്പെടുന്നു. ഇതുകൂടാതെ ഇവിടെ മറ്റു ചില പെയിന്റിങ്ങുകളും കാണാം.
ഈ വീഡിയോയുടെ സമാപിക്കുന്നു. ബാക്കി അടുത്ത എപ്പിസോഡിൽ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക.